ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂളൊക്കെ തുറക്കാറായി അല്ലേ? വെക്കേഷൻ കഴിഞ്ഞു, 3-4 ദിവസം കൂടി ഉള്ളൂ ഇനി സ്കൂൾ തുറക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളുടെ സ്റ്റഡി ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് ഹോൾഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ്. അവർക്ക് ഒരു അടുക്കും ചിട്ടയും വരാനും അവരെ പഠിത്തത്തിലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവരൊന്ന് താല്പര്യമുണ്ടാക്കാനും നമ്മുടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കത്തിലിരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതിന് പറ്റുന്ന കുറച്ച് ഓർഗനൈസേഴ്സ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസേഴ്സ് എങ്ങനെയാണെന്ന് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് ബുക്ക് ഹോൾഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. 2 തരത്തിലുള്ള ബുക്ക് ഹോൾഡേഴ്സാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ബുക്ക് ഹോൾഡർ ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയാണ്. ഇത് ഫ്രൈ പാൻ വാങ്ങിയപ്പോൾ കിട്ടിയതായിരുന്നു. അപ്പോൾ ഇത് എന്തോ ഒരു ആവശ്യത്തിന് ഇതിന്നൊരു ഭാഗം വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബുക്ക് ഹോൾഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കുന്നുണ്ടായിരിക്കുമല്ലോ, അത് ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഏതെങ്കിലും നല്ല കളർ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അടുത്ത ബുക്ക് ഹോൾഡർ ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ, ഇതേപോലത്തെ ആ ബോക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്ന ഈ ബുക്ക് ഹോൾഡറാണ് കേട്ടോ എനിക്ക് നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും ഇഷ്ടമായത്. കാരണം ഇതിൽ കൂടുതൽ ബുക്കുകൾ കൊള്ളും ചെയ്യും, പെട്ടെന്ന് നാശമാവില്ല, ഉണ്ടാക്കാനും അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ, എളുപ്പമാണ്. പിന്നെ ഇങ്ങനത്തെ ബോക്സുകൾ നമ്മുടെ മിക്കവരുടെ വീട്ടിലുണ്ടായിരിക്കും, കിട്ടാൻ എളുപ്പമല്ല ഇങ്ങനത്തെ ബോക്സുകൾ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, ചേച്ചി ഇത് പെട്ടെന്ന് നാശമാവില്ലേ, ഇതിൽ കൂടുതൽ ബുക്കുകൾ എങ്ങനെ കൊള്ളുക, ചെറിയൊരു ബോക്സ് അല്ലേ. അപ്പോൾ കാണുമ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് തോന്നാം, പക്ഷെ അത് ഉണ്ടാക്കണ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് ഇഷ്ടമായത്, ഏതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, മറക്കരുത്.
പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ. നന്നായി ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടം തോന്നാനും അവർക്ക് അത് ഒതുക്കി വെക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നന്നായി ഡെക്കറേറ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 2 ടൈപ്പിലുള്ള ബുക്ക് ഹോൾഡേഴ്സാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഓർഗനൈസേഴ്സാണ് വേണ്ടത് എന്നൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. മാത്രം ഇതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നതാണ് ബുക്ക് ഹോൾഡേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനായിട്ട്. അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടോ എങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെ ബൈ.